നമസ്കാരം. അക്ഷയ കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് നിയമസഭയിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലുകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും ഇതുതന്നെയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയാകുമോ? എപ്പോൾ മുതൽ ലഭിക്കും? ഇത് ഔദ്യോഗിക പ്രഖ്യാപനമാണോ? നിലവിലുള്ള ഗുണഭോക്താക്കൾ എന്ത് ചെയ്യണം? പട്ടികയിൽ വീണ്ടും പരിശോധന ഉണ്ടാവുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ വിവിധ തരത്തിലുള്ള വാർത്തകളും അഭിപ്രായങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി പറഞ്ഞത് എന്താണ്? അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? സാധാരണ ഗുണഭോക്താവ് ഇത് എങ്ങനെ മനസ്സിലാക്കണം? ഇന്നത്തെ ഈ പ്രത്യേക വീഡിയോയിൽ ഓരോ കാര്യവും വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില അഭ്യൂഹങ്ങളും അതുപോലെ ഔദ്യോഗിക വിവരങ്ങളും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നത് വെറും ഒരു സർക്കാർ ധനസഹായം മാത്രമല്ല, നിരവധി കുടുംബങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അതുപോലെ സ്ഥിര വരുമാനമില്ലാത്ത നിരവധി കുടുംബങ്ങൾ, ഇവരിൽ പലർക്കും ഓരോ മാസവും ലഭിക്കുന്ന പെൻഷൻ തുകയാണ് മരുന്നിനും ഭക്ഷണത്തിനും ചെറിയ കുടുംബ ചെലവുകൾക്കും ആശ്രയം. അതുകൊണ്ട് തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തയും വലിയ ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിലക്കയറ്റം വർദ്ധിച്ച സാഹചര്യത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നായി ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധേയമാവുന്നത്. നിയമസഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഒരു പ്രധാന കാര്യം വ്യക്തമാക്കിയത്. സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വാക്കാണ്, നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇതിനെ ചിലർ ഇപ്പോൾ തന്നെ 3000 രൂപ ലഭിക്കുമെന്ന രീതിയിൽ അവതരിപ്പിച്ചു. എന്നാൽ രണ്ട് കാര്യങ്ങളും ഒരേപോലെയല്ല. ഒരു സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കുകയും അതിന്റെ ലക്ഷ്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഒരു ഘട്ടമാണ്. ആ പദ്ധതി യാഥാർത്ഥ്യത്തിൽ നടപ്പിലാക്കി പണം വിതരണം ചെയ്യുന്നത് മറ്റൊരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സർക്കാർ ലക്ഷ്യം പ്രഖ്യാപിക്കുകയും അതിനായുള്ള നടപടികൾ ആരംഭിച്ചതായും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പുതിയതല്ല. വിലക്കയറ്റം, മരുന്നുകളുടെ വില, ദൈനംദിന ജീവിത ചെലവുകൾ ഇവയെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3000 രൂപ എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചത് വലിയ ചർച്ചകളായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യമാണ് ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിശദീകരണം. പെൻഷൻ പദ്ധതിക്ക് ആവശ്യമായ തുക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അർഹരായവർക്ക് ആനുകൂല്യം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ ബഡ്ജറ്റിൽ ഒരു തുക ഉൾപ്പെടുത്തുന്നത് മാത്രം മതിയാകില്ല. ആ തുക ഏത് ഘട്ടത്തിൽ അനുവദിക്കും? ധനവകുപ്പ് എപ്പോൾ അനുമതി നൽകും? വിതരണ നടപടികൾ എപ്പോൾ ആരംഭിക്കും? ഇത്തരം ഭരണ നടപടികളും അതിനൊപ്പം നടക്കേണ്ടതാണ്. അതുകൊണ്ട് ഔദ്യോഗിക സർക്കാർ ഉത്തരവുകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. പെൻഷൻ ഗുണഭോക്താക്കളുടെ പരിശോധന. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആശങ്കപ്പെടുന്ന മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ, അതായത് ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരിശോധന, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയമാണ്. എൻ്റെ പെൻഷൻ നിർത്തുമോ? വീണ്ടും അപേക്ഷ നൽകേണ്ടി വരുമോ? രേഖകൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കുമോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സംശയങ്ങൾക്ക് ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞാൻ വ്യക്തത തരാം. എന്തിനാണ് ആദ്യം സർക്കാർ പരിശോധന നടത്തുന്നതെന്ന് അറിയാമോ? ഒരു സർക്കാർ ക്ഷേമ പദ്ധതി വർഷങ്ങളോളം തുടരുമ്പോൾ സ്വാഭാവികമായി ഗുണഭോക്താക്കളുടെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ചിലർക്ക് അർഹത നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അതായത് ചിലർ മരണപ്പെട്ടിട്ടുണ്ടാവാം. വിവരങ്ങൾ പുതുക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ചില കേസുകളിൽ തെറ്റായ വിവരങ്ങൾ ഉപയോഗിച്ച് ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയരാം. അതുകൊണ്ടാണ് സർക്കാർ ഇടയ്ക്കിടെ ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കുന്നത്. ഇത് പുതിയൊരു കാര്യമല്ല. മുമ്പും വിവിധ ക്ഷേമ പദ്ധതികളിൽ സമാന പരിശോധനകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന എന്ന വാക്ക് കേട്ടാൽ അത് എല്ലാവരുടെയും പെൻഷൻ നിർത്താനുള്ള നടപടിയാണെന്ന് കരുതേണ്ടതില്ല. മുഖ്യമന്ത്രി നൽകിയൊരു ഉറപ്പുണ്ട്. അതായത് നിയമസഭയിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പരിശോധനയുടെ ഉദ്ദേശം അർഹരായവരെ ഒഴിവാക്കുകയല്ല. അതായത് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചെന്നെ തീരുള്ളൂ.
അപ്പോൾ മറിച്ച് അതിലൊരു കാര്യം കൂടിയുണ്ട്, അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക എന്നതാണ് ഒരു ലക്ഷ്യം. ഒരു പരിശോധനയാണ് ഇത്, വർഷാവർഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ അർഹരായ ഒരാളും പട്ടികയിൽ നിന്ന് പുറത്താകാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്താവന നിലവിലെ ഗുണഭോക്താക്കൾക്ക് ഒരു പ്രധാന ഉറപ്പായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അർഹതയുള്ളവർ അനാവശ്യ ഭയത്തിൽ പെടേണ്ട സാഹചര്യമില്ല. ഈ പട്ടികയിൽ നിന്ന് ആരൊക്കെയാണ് ഒഴിവാക്കാൻ സാധ്യത എന്നുള്ളൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സർക്കാർ ഇതുവരെ പുതിയ ഒഴിവാക്കൽ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആരൊക്കെയാണ് ഒഴിവാക്കുക എന്ന് ഇപ്പോൾ കൃത്യമായി പറയാനാവില്ല. പക്ഷേ ഒരു 17 നിബന്ധനകളുണ്ട് മുൻപത്തെ, അത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരു പക്ഷെ അതിൽ മാറ്റം വരാം. അതായത് AC ഒരു കാര്യം എടുക്കാം. AC ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ അനർഹരാവാൻ പാടില്ല. കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം നോക്കിയിട്ട് ഒരു പക്ഷേ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഒരു അവസ്ഥയ്ക്ക് വേണ്ടി AC വെച്ചിട്ടുണ്ടാവാം. ആ AC വെച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കില്ല എന്നാവില്ല. അത് ഒരു അത്രയും അത്യാവശ്യമായ കാര്യമായത് കൊണ്ടുമായിരിക്കാം ഒരു പക്ഷേ AC ഉപയോഗിക്കുന്നത്. അതേ തരത്തിൽ ചില സാമ്പത്തിക നിലവാരങ്ങൾ നോക്കും. ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് വീട്, അതിലുള്ള ആഡംബരമായ വസ്തുക്കൾ, ഇതെല്ലാം ഒരുപക്ഷെ പരിശോധിച്ച് അനർഹരായവരെ അത് ഒഴിവാക്കുക തന്നെ ചെയ്യും. ഇനിയുള്ള കാലങ്ങളിലുള്ള ഓരോ തീരുമാനങ്ങളുണ്ട്. അതായത് ഒരുപക്ഷെ സെൻസസ് എടുക്കാൻ വീട്ടിലേക്ക് തന്നെ വരാം. ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ നിയമങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. പൊതുവെ ഏതൊരു ക്ഷേമ പദ്ധതിയിലും പരിശോധിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു കാര്യം, അതുപോലെ തന്നെ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ കൃത്യമാണോ എന്നുള്ളത് നോക്കും. അതുപോലെ അർഹത സംബന്ധിച്ച രേഖകൾ ശരിയാണോ എന്ന് നോക്കും. ഒരേ വ്യക്തിക്ക് അനാവശ്യമായി ഇരട്ട ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കും. മരണം സംഭവിച്ചിട്ട് പേര് പട്ടികയിൽ തുടരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. കാരണം മരണം സംഭവിച്ചിട്ടും പേര് പട്ടികയിൽ തുടരുന്നുണ്ടോ, ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭരണപരമായ പരിശോധനയുടെ ഭാഗമായേക്കാം. അതുകൊണ്ട് തന്നെ നിലവിൽ ഗുണഭോക്താക്കളായവർ സ്വന്തം വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പാക്കേണ്ടത് നല്ല ഒരു കാര്യമാണ്. കാരണം പിന്നീട് അതൊരു പ്രശ്നമായി മാറാൻ പാടില്ല. അതുപോലെ രേഖകൾ പുതുക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ എല്ലാവരോടും പുതിയ രേഖകൾ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി ഔദ്യോഗിക പ്രഖ്യാപനമില്ല. എന്നാൽ ഭാവിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ പുതുക്കാൻ ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾക്ക് കണ്ടെത്തണം. സമയബന്ധിതമായി ചെയ്യേണ്ടതും അനിവാര്യമായ കാര്യമായിരിക്കാം. പക്ഷെ ഇതുവരെ അതിനുള്ളൊരു ടൈം വന്നിട്ടില്ല. അതുപോലെ ഈ മാസം 30-ാം തീയതി വരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരോട് മാത്രം ഹാജരാക്കാൻ, അതുപോലെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ചിലവർ അതായത് റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകാനും ഒരു ടൈം 30-ാം തീയതി വരെ തന്നിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവർക്കുള്ള ഒരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, തിരിച്ചറിയൽ രേഖകൾ, ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ തുടങ്ങിയവ പുതുക്കിയിരിക്കുന്നത് പല സാങ്കേതിക പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ മസ്റ്ററിങ് ഇപ്പോൾ തന്നെ തുടങ്ങി എന്ന് പറഞ്ഞുള്ള ഒരുപാട് പ്രചരണങ്ങളും യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലും എല്ലാം പ്രചരിക്കുന്നുണ്ട്. ഇതുവരെ മസ്റ്ററിങ്ങിന്റെ തീയതി ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. മസ്റ്ററിങ്ങിന്റെ തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ അത് നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് അക്ഷയ സെന്ററിൽ പോയി ക്യൂ നിൽക്കേണ്ട കാര്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക. പല അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.